സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നടന്ന വലിയ വലിയ ഉടമ്പടി സാക്ഷ്യങ്ങൾക്കെല്ലാം ഒരു കോമൺ ഫീച്ചറുണ്ട്. കോമൺ ഫീച്ചർ എന്ന് പറയുന്നത് പൊതുവായ ഒരു സ്വഭാവ ലക്ഷണം. അതായത് എന്താണ് ഈ പൊതുവായ ലക്ഷണം? ഈ ഒരു 4-5 സാക്ഷ്യങ്ങൾ, 4-5 ദിവസങ്ങളിലുള്ള സാക്ഷ്യങ്ങൾ ഒരുമിച്ച് കൂട്ടി പരിശോധിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഇതിനെല്ലാം ഒരു കോമൺ ഫീച്ചർ വരുന്നുണ്ട്. പൊതുവായിട്ട് ലക്ഷണങ്ങൾ കോമൺ ആയിട്ട് എല്ലാ സാക്ഷ്യങ്ങളിലും കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കത് ഒരു സാക്ഷ്യങ്ങളിങ്ങനെ റെക്കർ ചെയ്ത് ഒരേ സെയിം കാര്യം തന്നെ വരുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നമുക്കത് ജനറലൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ജനറലൈസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പൊതുവായിട്ട് ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പൊതു സ്വഭാവമാണ്. അങ്ങനെ പൊതുവായിട്ട് നമുക്ക് ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കോമൺ ഫീച്ചേഴ്സുള്ള ഒരു 3-4 സാക്ഷ്യങ്ങൾ. ആ കോമൺ ഫീച്ചർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ദൈവമായിട്ടുള്ള സംഭാഷണം. പ്രാർത്ഥനയുടെ സാധാരണ ആചാരവട്ട പ്രാർത്ഥനയുടെ ലെവലെല്ലാം മാറിയിട്ട് മനുഷ്യൻ ജീവിത പ്രശ്നവുമായിട്ട് നേരിട്ട് മൽപ്പിടുത്തം നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്വാഭാവികമായ എക്സ്പ്രഷൻസ്, സ്പോണ്ടേനിയസ് എക്സ്പ്രഷൻസ്, അതിലൂടെ ഇവർ ദൈവതിരുസന്നിധിയിൽ സംവേദിക്കാൻ ഉദ്ദേശിക്കുന്ന അവരുടെ മനസ്സിൻ്റെ അവസ്ഥകൾ, അതിന് കമ്മ്യൂണിക്കേഷൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ സാധാരണ ആൾക്കാരോട് സംസാരിക്കുന്ന പോലെ ദൈവത്തോട് സംസാരിക്കാൻ കഴിയുക. അത് ഈ ഉടമ്പടിയിൽ കുറച്ച് കൂടുതലാണ്. എല്ലാ മേഖലകളിലും ഉണ്ടത്. സാധാരണ വിശ്വാസി കുറച്ച് കഴിയുമ്പോൾ ദൈവത്തോട് മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ നാക്കുകൊണ്ടോ ഒക്കെ സംസാരിക്കാൻ തുടങ്ങും. ഉടമ്പടിയിലാകുമ്പോൾ അത് ഇത്തിരി കൂടുതലാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിലുള്ളതെല്ലാം അതിൻ്റെ ഫോർമുല കറക്റ്റായിട്ട് പാലിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ദൈവത്തോട് സംവദിക്കാൻ പറ്റിയ കപ്പാസിറ്റിയിൽ വളരും. ആൾ സ്നേഹത്തിൽ അങ്ങനെ വളരും. കാര്യം നമ്മൾ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഉപവിപ്രവർത്തനങ്ങൾ, നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ, അതൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ സ്പിരിറ്റ് ലെവൽ കൂടും. പരിശുദ്ധാത്മാവ് ഭയങ്കര സംവേദനമാവും. നമ്മളറിയാതെ തന്നെ സംഭവിക്കുന്നതാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ മഴയൊക്കെ കൊണ്ട് പത്രം കൊടുക്കത്തില്ലേ? മഴയൊക്കെ കൊണ്ട് വെയിൽ കൊണ്ടും ഉപവസിച്ചൊക്കെയാണ് ആൾക്കാർ പത്രം കൊടുക്കുകയും വിശദീകരിക്കുകയും ചെയ്യും. മാതാവിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ കുറേ കഷ്ടപ്പാട് സഹിക്കുന്നത് കാണുമ്പോൾ, ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്നത് കാണുമ്പോൾ ദൈവവും ദൈവത്തിൻ്റെ ഭാഗത്ത് നല്ല ശരിക്കും താഴേക്ക് ഇറങ്ങി വരും. നിങ്ങൾക്ക് ധൈര്യത്തോടെ സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറും. അപ്പം നമ്മൾ അറിയാതെ തന്നെ ദൈവത്തോട് സംസാരിക്കാൻ പറ്റുന്നൊരു പുതിയ ശീലം രൂപപ്പെട്ടു വരും. നിങ്ങൾക്കത് അറിയാവുമെന്നറിയത്തില്ല, പലർക്കും ഇപ്പോൾ ഈ ശീലമുണ്ട്. പലരും ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആ ലെവൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ സംസാരിക്കാൻ വേണ്ടി സംസാരിക്കണമല്ല, ഈ കുറേ നാളിങ്ങനെ സുവിശേഷ വേലയൊക്കെ ചെയ്ത് വന്നപ്പോഴും, ദൈവത്തിന് വേണ്ടി വിഭവപ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വന്നപ്പോഴും, വചനം പാലിച്ച് ജീവിച്ചപ്പോഴേ, അവൻ പറയുന്ന പോലെ തന്നെ ചെയ്തുകൊണ്ട് ജീവിച്ച് വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ട് വന്നതാണ് ഈ സംഭാഷണ ശൈലി. നമുക്ക് ഇൻറ്റിമസി, അത് സംഭാഷണം എങ്ങനെ വരണതാണത്? ദൈവമായിട്ട് നമ്മളെ ഇൻറ്റിമസിയിലേക്ക് നമ്മൾ വളർത്തുന്നു എന്നതിൻ്റെ സൂചനയാണത്. ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റണത്? നമ്മൾ ദൈവമായിട്ട് ഒരു ആത്മബന്ധം, ഇൻറ്റിമസി വെച്ചാൽ ആത്മബന്ധമായി. കാര്യം എന്താണ്? അവന് വേണ്ടിയാണ് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത്. ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതിയാണ് നമ്മൾ ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യണത്. ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതിയാണ് നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കണത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ദൈവമായിട്ടൊരു ഇൻറ്റിമസിയായി.
ഇൻറ്റിമസി ആയി കഴിയുമ്പോഴാണ് സംഭാഷണങ്ങൾ, ഇൻറ്റിമസി ആയിട്ടുള്ള ആൾക്കാർക്ക് അവർ സംഭാഷണങ്ങൾ വരും. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡേവിസ് എന്നും പറഞ്ഞൊരു ചേട്ടൻ്റെ സാക്ഷിയാണ്. ഡേവിസ് ചേട്ടൻ്റെ സാക്ഷി എന്ന് പറയുന്നത്, ഡേവിസ് ചേട്ടൻ്റെ വൈഫിന്, തൃശ്ശൂരാണ്, ഡേവിസ് ചേട്ടൻ്റെ വൈഫിന് ക്യാൻസറാണ്, 3rd സ്റ്റേജാണ്. സാക്ഷി കിട്ടിയിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞാനീ പറയുന്ന സാക്ഷിനൊക്കെ നിങ്ങൾ ഒന്നുകൂടി നോക്കണം കേട്ടോ. ഞാൻ പറയുന്ന ആംഗിൾ നോക്കണം, അത് വേറൊരു കാഴ്ചയാണ്. അപ്പോൾ ഡേവിസ് ചേട്ടന് ബയോപ്സിയൊക്കെ എടുത്തു. ക്യാൻസറിൻ്റെ ഒത്തിരിയേറെ, ശ്വാസകോശത്തിൽ ക്യാൻസറാണ്. അപ്പോൾ ഇനി ട്രീറ്റ്മെൻറ്റിന് ചെല്ലണം. ട്രീറ്റ്മെൻറ്റിന് ചെല്ലണത് മുമ്പ് അവർ പറഞ്ഞ് വീട്ടിലോട്ട് വിട്ടിരിക്കുകയാണ്, പാകപ്പെട്ടിട്ട് വരാൻ വേണ്ടി. അപ്പോൾ വൈഫ് ഡേവിസിനോട് പറഞ്ഞത്, ഞാൻ ഉടമ്പടി എടുത്തതാണല്ല, നമുക്ക് പുതുക്കിയിട്ട് അമ്മനെ ചെന്ന് കണ്ട് കാര്യവും പറഞ്ഞ് പോകാമെന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞത്, അമ്മയെ ചെന്ന് കണ്ടിട്ട് ഞാനിങ്ങനെ ട്രീറ്റ്മെൻറ്റിന് പോവുകയാണെന്നുള്ളത് പറഞ്ഞിട്ട് പോകാമെന്ന് പറയും. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു ഗുണം ഇതാണ്, പറഞ്ഞിട്ട് പോവുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്, വലിയ ആശ്വാസമാണ്. കാര്യം സാധാരണ മനുഷ്യന്മാരോട് പറഞ്ഞ പോലെ അല്ലല്ലോ. അപ്പം അതുകൊണ്ട് പറഞ്ഞിട്ട് പോരാം. പക്ഷേ ഡേവിസിയോട് പറയണത്, നിന്നെ എങ്ങനെ കൊണ്ടുപോകും? കാര്യം ശ്വാസം കിട്ടണില്ല, ശരിക്കും ആളിനെ നിൽക്കാൻ പറ്റണില്ല, പിന്നെ ഇങ്ങനെ നടക്കണത്, ആളിന് നിൽക്കാൻ പറ്റണില്ല, പിന്നെ ഇങ്ങനെ നടക്കണത്. അപ്പം എങ്കിലും ആ മനുഷ്യൻ ഒരു നല്ല മനുഷ്യനാണ് കേട്ടോ. അയാൾ പറഞ്ഞ് ശരി ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ്. അപ്പോൾ അയാൾ പറയണത്, ഞാനിവിടെ ഒരു കണക്കിന് ആളെ താങ്ങിപ്പിടിച്ച് ഇവിടെ ബസ്സിലാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് അപ്പുറത്ത് ഇറക്കി കഴിഞ്ഞപ്പോൾ ഒരു ചുവട് വിളക്കി ഇങ്ങോട്ട് വരാൻ പറ്റണില്ല, അവിടെ തളർന്നിരിക്കണ അവസ്ഥയായി, പറ്റണില്ല, അത്രയും ആപത്ത് പോയി. അപ്പോൾ ആ മനുഷ്യൻ എന്ത് ചെയ്ത്, അമ്മയുടെ മുമ്പിൽ വന്നല്ലോ എന്ന് പറഞ്ഞാൽ എടുത്ത് എന്നതുപോലെ ഈ മനുഷ്യൻ വിയർത്തൊലിച്ച് ആളെ കൊണ്ടുവന്ന് ഇവിടെ അമ്മയുടെ മുമ്പിൽ നിർത്തിയിട്ട് അമ്മയോട് ചോദിക്കൂ, ഞങ്ങളുടെ അവസ്ഥ കണ്ട എന്ന് ചോദിക്കൂ. അതാണ് ഇൻറ്റിമസി എന്ന് പറയുന്നത്. അതാണ് ഇൻറ്റിമസി എന്ന് പറയുന്നത്. ഞങ്ങളുടെ അവസ്ഥ കണ്ട എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ കരഞ്ഞു പോകും. ആത്മാർത്ഥതയോടെ അദ്ദേഹം വന്ന് മാതാവിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇനി എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇത് പറഞ്ഞിട്ട് ഇദ്ദേഹം പുതുക്കാൻ വേണ്ടി ഇവിടെ ആളെ കൊണ്ട്, മാതാവിനെ കൊണ്ടൊന്ന് കാണിച്ച് വരവേൽപ്പിച്ചിട്ട് ഇദ്ദേഹം പുതുക്കാൻ വേണ്ടി പോകും. പുതുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരു നില കയറേണ്ടി വരും പുതുക്കാൻ വേണ്ടി. അപ്പോൾ ഈ ആളെ കൊണ്ട് മുകളിലോട്ട് കയറാൻ പാടാണ്. എങ്കിലും ആ മനുഷ്യൻ പരാതികളൊന്നും പറയാതെ ഈ ആളെ പേഷ്യൻറ്റിനെ എടുത്തുന്ന രീതിയിൽ പുതുക്കണ നിലയിൽ ചെല്ലുമ്പോൾ തന്നെ എന്താണ് ചോദിച്ചു പോയിരിക്കണത്, ഞങ്ങളുടെ അവസ്ഥ കണ്ട എന്നാ ചോദിച്ചത്. അതാണ് ഇത്ര ചോദിച്ചുള്ളൂ, വേറെ ചോദിച്ചില്ല. പുതുക്കണ സ്ഥലത്ത് ചെന്നപ്പോൾ തന്നെ സുഗന്ധാഭിഷേകം അടിക്കാൻ തുടങ്ങി. ഡേവിസ് ചേട്ടൻ പറയണത്, ഞാൻ പിന്നെ പുതുക്കി ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ വരെ ഞങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ടാവും, സുഗന്ധാഭിഷേകം ഫോളോ ചെയ്യേ. അതിൻ്റെ അർത്ഥം ഡേവിസിന് മനസ്സിലാക്കണം, ഇതിവിടെ ആരും മുല്ലപ്പൂ ഉപയോഗിച്ചതും സെൻ്റടിച്ചതല്ല, ഞാൻ തന്നെയാണ് ഞങ്ങളുടെ അവസ്ഥ കണ്ടോ എന്നല്ലേ ചോദിച്ചത്, ഞാൻ കണ്ടു എന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് വീട് വരെ വരും. സഞ്ചാരി മാതാവ് വീട് വരെ സുഗന്ധാഭിഷേകമായിട്ട് വരും. വന്നു കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം പിറ്റേ ദിവസം RCC പോകും. RCC പോയിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ വേണ്ടി 2ാമത് സ്കാൻ ചെയ്യും. അപ്പോൾ ഡോക്ടർ ചോദിക്കും, നമ്മൾ കണ്ടതൊന്നും ഇപ്പം ഇതിൻ്റെ കാണുന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഡേവിസ് ചേട്ടനോട് അവർ ചോദിക്കുക, നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ കൃപാസന അമ്മയെ കാണാൻ പോയി. അതാണ് സംഭവം. ഞങ്ങളുടെ അവസ്ഥ കണ്ടോന്ന് ചോദിച്ചില്ലേ, അത്രേ ഉള്ളൂ. ഓപ്പറേഷൻ ഇല്ല, മരുന്നില്ല, അമ്മയെ ഒന്ന് കണ്ടതാണ്. ആ ഇൻറ്റിമസിയാണ് സംഭവം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, എവിടെയാണ് നമ്മൾ വരണത്, എന്താണെന്നുള്ളത് ഇതുപോലെ നേരിട്ട് പറയാൻ കഴിയണം. കമ്മ്യൂണിക്കേഷൻ ലെവൽ ഡെവലപ്പ് ചെയ്ത് വരണം. കമ്മ്യൂണിക്കേഷൻ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഉടമ്പടി ജീവിതം ദൈവത്തിന് ബോധ്യമാകാൻ വേണ്ടി മാത്രം ഞങ്ങളെ വിശ്വാസത്തിലും
ദൈവസ്നേഹത്തിലും വളർത്തണമേ. ഞങ്ങളെ വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും വളർത്തണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ദൈവസ്നേഹം വർദ്ധിപ്പിക്കണമേ. ഒരുമിച്ച് പാടുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ദിവ്യകാരുണ്യ സ്നേഹമേ. കൈകൾ കർത്താവിന്റെ നേരെ നോക്കിക്കൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമേ. എപ്പോഴും വരെ രണ്ടാമതൊരു സാക്ഷ്യമുള്ളത് കമ്മ്യൂണിക്കേഷൻ ലെവലിലെ സാക്ഷ്യങ്ങൾ നോക്കിയാണ്. നിങ്ങളും ഇതുപോലെ കമ്മ്യൂണിക്കേഷൻ ലെവൽ വളരണേ, അതിനു വേണ്ടിയാണ് അച്ഛൻ ഇതെല്ലാം കൂട്ടിയിട്ട് പറയണത്. അത് വേറൊരു സാക്ഷി ദിവസങ്ങൾ വന്നത് ബൈജൂസ് എന്ന് പറഞ്ഞൊരു സാക്ഷിയുണ്ട്. ബൈജൂസ് പൊൻകുന്നത്തുകാരനാണ്. ആസ്ട്രേലിയയിൽ അദ്ദേഹം ഒരു കമ്പനി ജോലി ചെയ്യുകയാണ്. പിന്നെ കരാട്ട ക്ലാസ് നടത്തും. അപ്പോൾ 2 തരം ജോലി അദ്ദേഹം ചെയ്യണം. അപ്പോൾ അത് കുറേ വർഷമായി അതിങ്ങനെ ചെയ്യണേ. അപ്പോൾ ബൈജൂസിൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ കൃപാസനത്തിനോട് വെറുപ്പാണ്. അതിൻ്റെ കാരണം വെച്ചാൽ പണ്ട് കുറേ പാഴ് വീഡിയോകൾ കണ്ടിട്ടുണ്ട് പുള്ളി. കുറേ കള്ള വീഡിയോ ഒക്കെ ആൾക്കാർ നമ്മളെ കളിയാക്കാൻ വേണ്ടി ഇട്ടില്ലായിരുന്നില്ലേ, പത്രത്തിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് സംഭവിക്കാത്ത കാര്യമാണ്. പക്ഷേ ആൾക്കാർ ഇത് വെച്ച് ഒത്തിരി പേര് നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സത്യമാണെന്ന് വിശ്വസിച്ച ഒരാളാണ് ബൈജൂസ്. ബൈജൂസ് സത്യമാണെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ട്. അയാളൊരു പക്ക കാത്തലിക്കാണ്. എന്നുവെച്ച് കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ കത്തോലിക്ക ജീവിതം ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം നമ്മളെക്കുറിച്ച് കേട്ടപ്പോഴിങ്ങനെ ഇത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കണ പോലെ അദ്ദേഹത്തിന് തോന്നി. നാട്ടുകാർ അങ്ങനെയല്ലേ നമ്മളെക്കുറിച്ച് ആരോപിച്ചിരിക്കണത്. അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മനുഷ്യനെ ഇന്ത്യൻ ആർമി പിടിച്ചിട്ട് പോയി, ഒരു യൂട്യൂബറിനെ. അയാൾ കഴിഞ്ഞ മാസം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? കൃപാസനത്തിൽ പത്രത്തിൽ ഇരുന്നാൽ സുഖപ്പെടുമെന്ന് ഞാൻ പറഞ്ഞെന്നാണ്. ഞാൻ പ്രതികരിക്കാനൊന്നും പോയില്ല. പ്രതികരിക്കേണ്ട ആൾ മുകളിൽ നിന്ന് പ്രതികരിച്ച ആളിപ്പകത്താവും. അപ്പം ഇങ്ങനെ കുറേ തരത്തിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ സമൂഹത്തിൽ പിശാച് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഇരയാണ് ഈ ബൈജൂസ്. എൻ്റെ ഇര ഈ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കറിയാമല്ലോ, വിശ്വാസം എടുത്തു കളയാൻ വേണ്ടി എപ്പോഴും ശത്രു പണികൾ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. പ്രഭു നല്ല വിത്തല്ലേ നീ വിതച്ചത്, പിന്നെ കളകൾ എങ്ങനെ? മത്തായി 13:27-28 തിരുവചനങ്ങൾ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 27-28 വാക്യങ്ങൾ. വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു, യജമാനനെ, നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്? പിന്നെ കളകളുണ്ടായത് എവിടെ നിന്ന്? അവൻ പറഞ്ഞു, ശത്രുവാണ് ഇത് ചെയ്തത്. അപ്പൊ നമ്മൾ എത്ര നല്ല വിത്ത് വിതച്ചാലും ശത്രു അവന്റെ ജോലി ചെയ്യും. ഇപ്പൊ കൃപാസനത്തെക്കുറിച്ച് ഒത്തിരിയേറെ തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ ഓൾറെഡി കിടക്കുന്നുണ്ട്. ശത്രു ചെയ്ത പരിപാടിയാണ്. അതെന്തുകൊണ്ടാണ് കൃപാസനത്തിൽ മാത്രം ഇങ്ങനെ, കൃപാസനത്തെക്കുറിച്ച് മാത്രം എന്തുകൊണ്ടാണ് ഇത്രയും വിമർശിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാം, സാത്താൻ വളരെയേറെ ശ്രദ്ധയോടുകൂടിയാണ് കൃപാസനത്തെ ശ്രദ്ധിക്കണത്. അമ്മയുടെ തനി സാന്നിധ്യം ഉള്ളത് കൊണ്ട് ഇവിടെ ആത്മാക്കൾ വീണ്ടെടുക്കുമെന്ന് സാത്താന് നല്ല കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവൻ്റെ പിണിയാളുകളെ കൊണ്ട് അവൻ ഇതുപോലെ കള്ളപ്രചരണങ്ങൾ നടത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ മിക്കവാറും കേൾക്കത്തില്ല. എന്താ കാരണം വെച്ചാൽ കേൾക്കണ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഒരു കാര്യമില്ല. കാര്യം നമ്മുടെ സുവിശേഷ വേലയായിട്ട് മുന്നോട്ട് പോകും. എന്തുകൊണ്ടാണ് കേൾക്കണത് വലിയ കാര്യമില്ലെന്ന് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ,
നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മൾ യുദാസിനെ കർത്താവ് അപ്പം മുക്കി കൊടുത്ത് എന്നിട്ട് എന്താ പറഞ്ഞത്? മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും, നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക. അതാണ് നിലപാടതാണ്. യോഹന്നാൻ 13:27 അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. ആരോടാ പറഞ്ഞത്? യുദാസിനോടല്ല. അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടനെ സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു. ആരോട് പറഞ്ഞു? സാത്താനോട്. അതാണ് സംഭവം. നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക. ഇതിനോട് ബന്ധപ്പെട്ടാണ് ഒരു വചനം ലിങ്ക് ചെയ്ത് വരണത്. മനുഷ്യപുത്രൻ, നീ എന്ത് ചെയ്താലും മനുഷ്യപുത്രൻ അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. ഇത് ഒരു ജീവിത നിലപാടാണ്. ഞാനത് കർത്താവിൻ്റെ നിന്ന് പഠിച്ചതാണ്. എന്നുവെച്ചാൽ നമ്മളെക്കുറിച്ച് ആക്ഷേപങ്ങൾ, ഇപ്പം നിങ്ങൾക്ക് ഏഷണി, വൈരാഗ്യം, നിങ്ങളുടെ ജോലി മുടക്കുക, കല്യാണം മുടക്കുക, അല്ലേ, നിങ്ങളുടെ താത്തി കിട്ടുക, ഗ്രൂപ്പിസമായിട്ട് നിങ്ങളെ ഒഴിവാക്കുക, ഇങ്ങനെ ഒത്തിരി അഭ്യാസങ്ങൾ കുടുംബങ്ങളിലും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും സ്കൂളിലും എല്ലായിടത്തും നടക്കും. സ്കൂളെന്ന് പറയേണ്ട എല്ലാ മനുഷ്യൻ്റെ സമാജങ്ങളിലെല്ലാം ഇത് നടക്കും. അപ്പോൾ നമ്മുടെ നിലപാട് എന്താണ്? നമ്മൾ ഉടനെ അവിടെ വാക്കത്തേക്ക് പിടിക്കാൻ പോവുക? ഇല്ല. നമ്മളെന്ത് ചെയ്യും? സാത്താന് ചെയ്യാനുള്ള ചെയ്യട്ടെ. കാര്യം എന്താ? സാത്താനേക്കാൾ വലിയ ആയുധമാണ് നമ്മുടെ കയ്യിലുള്ളത്. എന്താണ്? മനുഷ്യപുത്രൻ, അവനെക്കുറിച്ച് പിതാവിൻ്റെ തിരുമനസ്സിൽ എന്തെഴുതിയിരിക്കുന്നു, സുവിശേഷത്തിൽ എന്താണ് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്, അതാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. പ്രവചനങ്ങൾ മാത്രമല്ല, സുവിശേഷത്തിൽ ഒരു വിശ്വാസി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്നാണ് സുവിശേഷം എഴുതിയിരിക്കുന്നത്. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. എന്താണ്? ശത്രുക്കളെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുവാൻ, ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ. ടേക്ക് ദി ബെഡ് അപ്പ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്ക 6:27 എന്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഇതാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. പിടിയിട്ടില്ലേ? ഇതാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഒരു വ്യക്തി പ്രതിരോധത്തിൽ വരികയും മറ്റുള്ളവർ നമ്മളെ സൈഡ്ലൈൻ ചെയ്യുകയും ഒഴിവാക്കുകയും നമ്മൾ വട്ടം ചവിട്ടുകയും നമ്മുടെ വളർച്ച മുരടിപ്പിക്കുകയും നമ്മളെക്കുറിച്ച് ദൂഷണങ്ങളെല്ലാം പറഞ്ഞു പരത്തുകയും ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണ്? നിങ്ങൾ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക. കാര്യം നിന്നിൽ സാത്താൻ പ്രവശിച്ചുകൊണ്ടാണ് നീ ഇത് ചെയ്യണത്. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അതാണ് സംഭവം. അല്ലെ, യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ പ്രവചനങ്ങളെക്കാൾ ഉപരി ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് ചെയ്യണമെന്നാണ് അവൻ പറയണ പോലെ ചെയ്യുകയല്ലേ ഉടമ്പടി, അല്ലേ? അവൻ പറയണ പോലെ ചെയ്യുന്നതാണല്ലോ, ചെയ്തോളാമെന്നാണല്ലോ നമ്മൾ ഉടമ്പടി പറയണത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ചിലപ്പോൾ നാത്തൂനാകാം, ചിലപ്പോൾ ഹെഡ് മാസ്റ്ററാകാം, ചിലപ്പോൾ യൂണിയൻകാരാകാം, ചിലപ്പോൾ അയൽവാസികളാകാം. ഇങ്ങനെ ഉടമ്പടി ജീവിതത്തിന് ഒത്തിരിയേറെ ആൻറ്റിവൈറസുകളുണ്ടാകും. ഇപ്പം നമ്മളും അവരെപ്പോലെ ഒരു വൈറസായിരിക്കുന്ന സമയത്ത് നമുക്കത് പ്രശ്നമല്ല. നമ്മളൊരു വിശുദ്ധിയിലേക്കും കർത്താവിൻ്റെ സുവിശേഷവിധമായ ജീവിതത്തിലോട്ട് വരുമ്പോഴായിരിക്കും ഈ സംഭവങ്ങളെല്ലാം പത്തി വിടർത്തി വരണത്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം? ഇത് മൗനമായിട്ട് നിന്നുകൊണ്ട് ഇതിനെ നീ ചെയ്യാനുള്ളത് വേഗം ചെയ്തോളാൻ പറഞ്ഞു. നമ്മളെന്ത് ചെയ്യും? മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നവർ ഈ വിഷയത്തിൽ ഞാൻ എന്ത് നിലപാടെടുക്കണമെന്നാണ് എൻ്റെ കർത്താവ്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലേ ഇവിടെ ഒരു സാക്ഷ്യം വന്ന് സാക്ഷിയൊക്കെ എഴുതി വാങ്ങിച്ച് അത് പറയിപ്പിക്കണ ഒരു സിറ്റുവേഷൻ ആയപ്പോൾ ഇവിടെ സാക്ഷ്യത്തെ പറയിപ്പിക്കുന്നവർ അതിനകത്ത് ഇടപെട്ട് പറഞ്ഞു, ചേച്ചി അത് 20 വർഷമായിട്ട് മക്കളില്ല, അവർക്ക് 20 വർഷമായിട്ട് അവർക്ക് മക്കളില്ല. അതാണ് വിഷയം. ഉടമ്പടി എടുത്തപ്പോൾ ഉടനെ മക്കളെ കിട്ടി. അപ്പോൾ നല്ല സാക്ഷ്യമല്ലേ അത്? പക്ഷെ ഇവിടെ പറയിപ്പിച്ചില്ല. അതെന്താ പറയിപ്പിക്കഴിഞ്ഞത്? അത് അവരോട് ചോദിച്ചു, നിങ്ങളിത് IVF എടുത്തിട്ടാണ് ഇത് നടന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞ് ഞങ്ങൾ IUI എടുത്താണെന്ന് പറഞ്ഞ്. അത് സഭാ പഠനങ്ങൾക്ക് വിരുദ്ധമല്ലേ? അതാണ് സംഭവം. സാക്ഷ്യം പറയിപ്പിക്കത്തില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ആദ്യം വചനത്തിൽ എന്ത് പറയണമെന്ന് നോക്കും. രണ്ടാമതാണ് വചനത്തിൽ തന്നെ അതാത് കാര്യങ്ങളിൽ. എന്തിനാണ് ഈ മാർപ്പാപ്പയൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കുന്നത്? അതിനെന്തിനാണ് സംഘത്തെ വെച്ചിരിക്കുന്നത്? നമ്മുടെ ആത്മാവിൻ്റെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഒരു കാലങ്ങൾ മാറി മാറി വരുമ്പോൾ പുതിയ ആത്മീയ പ്രതിസന്ധികൾ ഉണരുമ്പോൾ
അതിനെക്കുറിച്ച് ഉള്ളൊരു നോട്ട് തന്നിട്ട് നമ്മളെ ഗൈഡ് ചെയ്യണ്ടേ. അവിടെ കഴിക്കുന്ന വലിയ വടി എന്താണ് ഇരിക്കുന്നത്, ആ വടി കൊണ്ട് ഇങ്ങനെ ആടിൻ്റെ മുമ്പിൽ കൊണ്ടുപോകുന്നത് ഇങ്ങനെ അടിച്ചടിച്ചാണ് കൊണ്ടുപോകണത്. 10 അടി അപ്പുറത്ത് പിന്നെ കാഴ്ചയില്ല. അതുകൊണ്ട് ഇടയൻ്റെ കയ്യിലൊരു വടി ഉണ്ടാവും. ആ ഇടയൻ എന്ത് ചെയ്യും, അടി കേൾക്കാൻ പറ്റുന്ന കാരണം പോകേണ്ട ദിക്ക് ഇങ്ങനെ അടിച്ച് കാണിക്കും, റോഡിൽ അടിച്ച് കാണിക്കും. അപ്പോൾ ആടെ ആ വഴിക്ക് തിരിച്ചു പോകും. അതിനാണ് ഈ വലിയ മാപ്പപ്പട കയ്യിലൊക്കെ മെത്രാമാട കയ്യിലൊക്കെ ഒരു വടി ഇരിക്കണില്ല. അവിടെ അതായത് നമ്മൾ വിശ്വാസത്തിന് വ്യതിചലിക്കുന്നു എന്ന് കണ്ടാൽ അവർ നമുക്ക് നോട്ട് തരും ഉടനെ. അതാണ് സഭയുടെ സംവിധാനം എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും തോന്നിയ പോലെ ജീവിക്കാൻ പറ്റത്തില്ല. അതിന് കർത്താവിൻ്റെ വചനമുണ്ട്, വചനത്തെക്കുറിച്ചുള്ള കൃത്യമായ വ്യാഖ്യാനമുണ്ട്. അതിന് ആ ജീവിത രീതിയിൽ ഒരു പുതിയ കാലം വരുമ്പോൾ, പുതിയ ശാസ്ത്രം, പുതിയ ഓപ്ഷൻസ് വരുമ്പോൾ അത് ദൈവഹിത പ്രകാരമാണോ എന്നുള്ളത് വ്യാഖ്യാനിച്ചിട്ട് കറക്റ്റ് വഴി പറഞ്ഞു തരും. അതിനാണ് ഇടയനെന്ന് പറയുന്നത്. കർത്താവന്മാരൊക്കെ നമ്മൾ എന്താ വിളിക്കുന്നത്, ഇടയനെന്നാണ് വിളിക്കുന്നത്. അവരെഴുതുന്ന ലേഖനങ്ങൾക്ക് എന്താ പറയുന്നത്, ഇടയ ലേഖനം എന്നാണ് പറയണത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സഭ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമുക്കൊരു സംശയം വന്നാൽ നമ്മൾ വന്ന് ചോദിക്കും, ഇതെങ്ങനെയാണ് കാര്യം. നമ്മളിവിടെ ഈ കുറച്ച് നാളല്ലേ ജീവിക്കത്തുള്ളൂ. എത്ര കാലം ജീവിക്കും? മാക്സിമം വന്നാൽ 70 കൊല്ലം ജീവിക്കും. 70 കൊല്ലം കഴിഞ്ഞുള്ള ജീവിതം. ഇപ്പോൾ മാർപ്പാപ്പയാണെന്ന് മെത്താന്മാരൊക്കെ 75 വർഷം, അച്ഛന്മാരൊക്കെ ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ 75 വയസ്സ് റിട്ടയർ ചെയ്യാൻ പറഞ്ഞിരിക്കും. പിന്നെ ബുദ്ധിബോധമൊന്നും ഉണ്ടാകത്തില്ലെന്ന് നമുക്കറിയാം. 75 വയസ്സ് കഴിഞ്ഞാൽ തന്നെ റിസൈൻ ചെയ്തിട്ട് പ്രീസ്റ്റ് പോലെ പോയിരിക്കാൻ പറയും. അവിടെ ഉള്ള തന്നെ കഞ്ഞിയും കുടിച്ച് ചാപ്റ്റർ കോഴ്സ് ചെയ്യോടെ. അത്ര ടൈമുള്ളത് നമുക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധി ഉണ്ടാകത്തില്ല, ഓർമ്മ ഉണ്ടാകത്തില്ല, വല്ലതൊക്കെ വിളിച്ച് പറയും. അപ്പോൾ സഭ ഈ വിഷയത്തിലെല്ലാം വളരെ കരുതലുള്ള ആണ്. ജനങ്ങളെക്കുറിച്ച്, അവരുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് കരുതലാണ്. ജനങ്ങൾക്കും അതുപോലുള്ള ഒരു കരുതൽ വേണം. എന്താ കരുതൽ വേണ്ടത്? അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവൻ പറഞ്ഞ പോലെ തന്നെയാണോ? മനസ്സിലായി? അതാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഉടമ്പടി എടുത്താലും എടുത്തില്ലെങ്കിലും ഓപ്ഷൻ ഉടമ്പടിയേ ഉള്ളേ. മനസ്സിലായില്ലേ? ഉടമ്പടി എടുത്താലും എടുത്തില്ലെങ്കിലും നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്താണ്? ജീവിത ഉടമ്പടിയാണ്. ദൈവത്തോട് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ചെയ്യുകയാണ് ജീവിതം. അങ്ങനെയുള്ളവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവരിവിടെ ഉള്ള വിജയമോ അത് തന്നെ ഇവിടെയുള്ള മൽപ്പിടുത്തമോ അതിൻ്റെ അകത്തുള്ള ജയമോ ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്. എന്താണ്? നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഉടമ്പടിയുടെ യഥാർത്ഥ ഉടമ്പടിയിൽ നമുക്ക് വരുന്നൊരു ഗുണമെന്ന് പറയുന്നത്. നിത്യത എപ്പോഴും ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കണത്, എന്തുകൊണ്ടാണ് നമുക്ക് ഉടമ്പടി കിട്ടിയത്? മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സംഭവിച്ചതുകൊണ്ടല്ലേ ഉടമ്പടി കിട്ടിയത്. ഉടമ്പടി കിട്ടിയത് നമുക്ക് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം 2004 സംഭവിച്ചതാണ്. അത് 10 കൊല്ലം അതിനെക്കുറിച്ച് യാതൊരു ടോക്കും ഇല്ല. 10ാമത്തെ കൊല്ലം ഞാൻ വാടിപ്പെട്ടി പോയപ്പോൾ പറഞ്ഞു, നീ അകത്ത് കയറണ്ട, ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അഭ്യാസമൊന്നും വേണ്ട. കാര്യം എന്താണ്? നിൻ്റെ അടുത്ത് ഞാൻ നേരെയാണ് പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെ ഞാനൊരു നിഴൽ പോലെയാണ് പ്രത്യക്ഷപ്പെട്ടത്. അവരെന്ത് മനോഹരമായിട്ടാണ് ആ പ്രത്യക്ഷീകരണത്തെ അംഗീകരിച്ചിരിക്കുന്നത്. നീ ആരെയൊക്കെ പേടിച്ചത് പൂത്തിവെച്ചില്ലേ, നിൻ്റെ ആത്മകാര്യത്തിന് കടമാണെന്ന് പറഞ്ഞ്. അതാണ് എന്നെ കാത്തു കയറ്റാഞ്ഞത്. നീ മരിച്ചു ചെന്നാൽ നിനക്കിത് കടമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ 2 കലപ്പ് ഇവിടെ വന്നു വെച്ചാൽ എന്ത് ചെയ്യുന്നറിയോ, ഒരു തൂണെടുത്ത് വെച്ചിട്ട് ആദ്യം അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ലൂർദ് മാതാവിനെ പ്രതിഷ്ഠിച്ചു. അതാണ് ആ മാതാവ്. ആദ്യം പ്രതിഷ്ഠിച്ച മാതാവ് അവിടെ ഇരിക്കണത്. ഇവിടെ പുതുക്കുന്ന സ്ഥലത്തിരിക്കണില്ലേ, അതാ മാതാവാണ്. മാതാവിനെ പ്രതിഷ്ഠിച്ചിട്ട് ഒരു പ്രാർത്ഥനയും തുടങ്ങി. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദശവത്സര പ്രാർത്ഥനയിൽ അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാവര പദ്ധതി കൃപാസനത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണം. ജനങ്ങൾ ചീട്ടടിച്ചു കൊടുത്ത് കൊച്ചു പ്രാർത്ഥന അടിച്ചു കൊടുത്തിട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായി അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ. എന്നിട്ട് ഇവിടെ ഉള്ളവർക്കെല്ലാം കൊടുത്തിട്ട് അവസാനം ഞാനൊരു ജോസി എന്ന് സഹോദരൻ്റെ കൂടെ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ജോസി പറഞ്ഞപ്പോൾ ജോസി ഇതിൻ്റെ ഒരു 10,000 കോപ്പി അടിക്കണം, മല ഇറങ്ങി വരുന്ന എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞു. മലയാറ്റർ മല കയറാൻ പോണില്ലേ, അതിൻ്റെ ചവിട്ടിപ്പോയി നിന്നിട്ട് ഇറങ്ങി വരുന്ന അണ്ണന്മാർക്കെല്ലാം കൊടുക്കണം, മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, അതിൻ്റെ സ്ഥിരീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഈ ഒരു ബോധം ഇങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോഴാണ് അമ്മ ഉടമ്പടി പ്രാർത്ഥന തരണത്. അതാണ് അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി എന്ന് പറയുന്നത്. അമ്മ ചോദിച്ചതെന്താ? അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണം. അപ്പോൾ കൃപാസനത്തിൽ നിറവേറണം. അത് എന്ത് പ്രാർത്ഥനയെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഞാൻ വാടിപ്പടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ നാക്കിൽ വന്ന പ്രാർത്ഥനയാണത്. അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ. അപ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പ്രത്യക്ഷീകരണം കൊണ്ട് ദൈവം കലക്കും, ഒരു സംശയമില്ല കാര്യം. കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വൃത്തിയും മേനയുടെ നേരെ ചുവയാണ് ഉടമ്പടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ വിവരം അറിയും. കാര്യം എന്താ? ഇത് സീൽഡാണ്. എന്തിൻ്റെ സീൽഡാണ്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സീൽഡാണ്. ഞാൻ പ്രത്യക്ഷീകരണം ഏറ്റു പറഞ്ഞ് എന്ത് വന്നത് വന്നോടുത്ത് വെച്ച് കാണാം, അല്ലെങ്കിൽ ദൈവം കണ്ടോളൂ എന്നും പറഞ്ഞുകൊണ്ട്
2004 സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷീകരണം ഞാൻ റിസ്ക് എടുത്ത് ഏറ്റുപറഞ്ഞപ്പോഴാണ് അമ്മ അത് ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് കൺവേർട്ട് ചെയ്ത് തന്നത്. ഇതുപോലെ നിങ്ങൾ ഈ പ്രത്യക്ഷീകരണത്തിന് ഏറ്റുപറഞ്ഞാൽ ഉടമ്പടി പെട്ടെന്ന് കത്തും. അതാണ് എപ്പോഴും നമ്മൾ ഉടമ്പടി എപ്പോഴും ഫയറാക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഈ പ്രത്യക്ഷീകരണമാണ്. അതായത് ഇപ്പം ഞാനിപ്പോൾ വൈശ്വത്തിനും അതുപോലെ തന്നെ സിസ്റ്റേഴ്സൊക്കെ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ നിങ്ങളുടെ സാക്ഷ്യം എടുത്തിട്ട് അത് പ്രത്യക്ഷീകരണത്തിൻ്റെ എക്സ്പ്രഷൻസ് എന്തുമാത്രം അതിൻ്റെ തൊണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ചാണ് സാക്ഷ്യം വ്യാഖ്യാനിച്ച് തരണത്. അതെല്ലാം ഓരോ സാക്ഷ്യവും പ്രത്യക്ഷീകരണത്തിൻ്റെ തെളിവുകളാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കൃപാസനത്തിൽ ഞാൻ പരിശുദ്ധ അമ്മ വഴി അങ്ങയോട് ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി ജീവിത രീതി എന്നെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാക്കാൻ എന്നെ തന്നെ ഒരുക്കുന്നതായിട്ട് ഞാൻ ഏറ്റുപറയുകയും എന്നെ സുവിശേഷത്തിന്റെ സാക്ഷിയാകാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശ്രുതികടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 വാഗ്ദാന പേടകമേ സ്വർഗീയ പൊൻമലരേ കൃപാസനത്തിന്റെ അമ്മേ പ്രസാരവരനായി വാഗ്ദാന പേടകമേ സ്വർഗീയ പൊൻമലരേ കൃപാസനത്തിന്റെ അമ്മേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇനി ബൈജൂഷിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ ബൈജൂഷിൻ്റെ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ഇതുപോലെ സാത്താൻ ബന്ധിച്ച കുറേ കളകൾ വളർന്നിട്ട് കൃപാസനത്തോട് വെറുപ്പാണ്. അപ്പോൾ അങ്ങനെ ഇയാൾ ലീവിന് വീട്ടിൽ വരും, എല്ലാ ധ്യാനകേന്ദ്രങ്ങളിലും പോയി 20 വർഷവും അയാൾ ഓരോ ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടിയിട്ടുണ്ട്. 22 വർഷം ആയി ആസ്ട്രേലിയയിലായിട്ട് വരുമ്പോൾ, കുടുംബസമേതം വരുമ്പോഴേ ഇവരെല്ലാവരും കൂടി കേരളത്തിൽ വരുമ്പോൾ ഏതെങ്കിലും ഒരു ധ്യാനകേന്ദ്രം കണ്ടുപിടിച്ചിട്ട് അവിടെ പോയി ഒരു ധ്യാനം കൂടും. എന്നിട്ട് ജീവിതം വിശുദ്ധീകരിച്ചിട്ട് അദ്ദേഹം തിരിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനൊരു നല്ല സൂപ്പർ കോൺഷ്യസ് ഉണ്ട്. എന്താണ്? തങ്ങളെ റൈറ്റ് വഴികളിലാണ് പോണത്. കുടുംബജീവിതം ആധ്യാത്മികമാണ്, അത് കത്തോലിക്ക ജീവിത രീതിയാണ് എന്നൊക്കെ നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് കുറച്ച് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകും. അപ്പോൾ ഒരു ദിവസം ഇത് ഈ ചെറുപ്പക്കാരൊക്കെ കൊണ്ടുവന്ന് പുള്ള വീടിൻ്റെ വാതിക്കെ കൃപാസനം പത്രം വെച്ചിട്ടും പോകും. അപ്പോൾ ഇയാളെ വീട്ടിൽ നിന്ന് പറഞ്ഞ് ഇവന്മാർക്ക് ബോധമില്ലേ, പ്രാന്തന്മാർ, ഈ അന്ധവിശ്വാസം എന്തിനാണ് ഇവന്മാർ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്? ഒന്നില്ലേ അവന്മാർ ചെറുപ്പമല്ലേ, അവന്മാർ പഠിച്ചിട്ട് വല്ല പ്രയോജനമില്ല, പഠിച്ച് വിദ്യാഭ്യാസമുണ്ട് പക്ഷേ വിവരമില്ല എന്നൊക്കെ പറഞ്ഞാൽ പെയ്തും പെരുക്കി പിള്ളേർ കൊണ്ട് കൃപാസന പത്രം പിള്ളേർ വാദിക്കി വെച്ചുകൊണ്ട് പോകുമ്പോൾ ഇതുപോലെയുള്ള കുറേ ഡയലോഗൊക്കെ ഫിറ്റ് ചെയ്ത് പിള്ളകത്തിരിക്കും. ഒരു ദിവസം ഒരു അമ്മയും മകളും കൂടി വരും. ഒരു അമ്മയും മകളും കൂടി വന്നിട്ട് ഈ ചേട്ടനൊക്കെ ഭവിച്ചേട്ടനെ കാണും, ലീവിന് വന്നപ്പോൾ കാണും. പിന്നെ ഞങ്ങളെ കൃപാസനം മാതാവിനെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ്. ഇയാളുടെ വീട്ടിൽ കയറുന്നുണ്ടേ, ഇവരെ കാര്യമൊന്നുമില്ല. ഈ അമ്മയും മകളും കൂടി അവിടുത്തെ ആ നാട്ടിലുള്ള ആരാണ്. അപ്പോൾ വൈദ്യുസ്തനോട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയാണ് നടന്ന്. അപ്പോൾ അതിൻ്റെ പേരിൽ വീട്ടിൽ കയറിയതാണ്. വീട്ടിൽ കയറിയിട്ട് പത്രം കൊടുത്തിട്ട് എല്ലാവരും പിള്ളേരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? പഠിക്കൽ പൂട്ടിക്കിടന്ന് പഠിക്കൽ പത്രം വെച്ച് പോയി കളഞ്ഞില്ലേ. ഇവരങ്ങനെയല്ല, ഇവരകത്ത് കയറി ബൈജുവിനെ കണ്ടിട്ട് അയാളൊരു നല്ല മനുഷ്യനായതുകൊണ്ട് സംസാരിക്കുന്ന കുഴപ്പമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിനോട് ഞങ്ങൾ കൃപാസന മാതാവിനെക്കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ്, ഇതാണ് അവിടുത്തെ പത്രം. അപ്പോൾ ഇയാൾ ഇതൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുള്ളതാണെന്ന് പറയും. ഇത് ഇയാളെ എന്ത് തട്ടാപ്പിടിയൊക്കെ പറയും. അപ്പോൾ ഈ വിലമിച്ച് പറയും, അങ്ങനെയല്ല ബൈജു, കൃപാസന മാതാവ് സഞ്ചാരി മാതാവാണെന്ന് പറയും, നമ്മൾ പറയുന്ന സ്ഥലത്ത് വരുമെന്ന് പറയും, അതൊക്കെ ഞങ്ങളുടെ അനുഭവം എന്ന് പറയും. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇപ്പോൾ സഞ്ചാരി മാതാവ് ഇവിടെ കേട്ടിട്ടില്ല. സഞ്ചാരി മാതാവ് ആരുണ്ടാക്കിയതാണെന്ന് അറിയാമോ? ജോസഫിനെ ഉണ്ടാക്കിയതില്ലേ? സഞ്ചാരി മാതാവ് നിങ്ങളുണ്ടാക്കിയതാണ്. കാര്യം സഞ്ചാരി മാതാവിനെക്കുറിച്ച് കുറേ സാക്ഷ്യങ്ങൾ വന്നിവിടെ. കാര്യം അടുക്കളയിൽ വന്ന് നിൽക്കുന്നു, അതുപോലെ തന്നെ വീട്ടിൽ വരുന്നു, ഇങ്ങനെ അവർക്ക് കാണാൻ പറ്റുന്ന കുറേ സാക്ഷ്യങ്ങൾ ഒരിടക്ക് ഒരു 2-3 കൊല്ലം മുമ്പ് ആൾക്കാരുടെ സാക്ഷ്യങ്ങളെല്ലാം അമ്മയെ നേരിട്ട് കണ്ട കുറേ സാക്ഷ്യങ്ങൾ വന്ന്. അങ്ങനെയാണ് അമ്മ സഞ്ചാരി മാതാവാണെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ട്
അവർക്ക് പലയിടത്ത് അനുഭവങ്ങൾ വന്നപ്പോൾ ജനങ്ങളിട്ട പേരാണത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ എല്ലാവരും അത്ര അനുഭവമുള്ള ഒത്തിരി പേരുണ്ട്, ആയിരക്കണക്കിന് പേരുണ്ട്. മാതാവ് അവരുടെ വീട്ടിൽ എത്തണതായിട്ട് സ്വപ്നം കണ്ടതും ദർശനം കണ്ടതും നേരെ ചൊവ്വേ കണ്ടതും ഒക്കെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഈ സുഗന്ധാഭിഷേകം തന്നെ ഫോളോ അപ്പ് ചെയ്യണതും കൂടെ വരണില്ല, പിന്തുടർന്ന് വരണില്ല. നമ്മളെ പിന്തുടർന്ന് വരണത് എന്താ? അതുപോലെ മഴവിൽ വരണത്, ഇങ്ങനെ കുറേ തരത്തിൽ ദൈവത്തിൻ്റെ തനി സാന്നിധ്യം ഓരോ ഇടങ്ങളിലും നമുക്ക് ആവശ്യമുള്ള മേഖലകളെല്ലാം നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന കാണുമ്പോഴാണ്. അപ്പോൾ ഈ അനുഭവങ്ങൾ ഈ അമ്മച്ചി ബൈജൂസിനോട് പറയും, കൃപാസന മാതാവ് സഞ്ചാരി മാതാവാണെന്ന്. അപ്പോൾ ഇയാൾ ശ്രദ്ധിക്കും, സഞ്ചാരി മാതാവാണ് ആദ്യം കേൾക്കണമല്ല എന്ന് പറയും. ആദ്യം കേൾക്കണം അദ്ദേഹം ഇങ്ങനെ സഞ്ചാരി മാതാവിനെക്കുറിച്ച്. അപ്പോൾ എന്തൊക്കെ അവരോട് നല്ല വാക്ക് പറഞ്ഞ് വിട്ടെങ്കിലും ഈ സഞ്ചാരി മാതാവ് പുള്ളിക്ക് ക്ലിക്കായി. അപ്പോൾ ഒരു ദിവസം പുള്ളി പറഞ്ഞ്, എടി നമുക്ക് അടുത്ത ആഴ്ച നമ്മൾ പോകുകയല്ലേ, തിരിച്ച് സിഡ്നിക്ക് പോവുകയാണ്. ഇപ്പോൾ നമുക്ക് 6 എണ്ണം വാടക ഇട്ടിട്ടുണ്ട്. കാറ് ഒരെണ്ണം വീട്ടിൽ ഇവിടെ ലീവിന് വരുമ്പോൾ ഒരു വാടകയ്ക്ക് ഒരു മാസത്തേക്ക് ഒരു കാർ എടുത്തിടും. അപ്പോൾ അതിന് ആ കാറ് വാടകയ്ക്ക് ആണെങ്കിലും ഇപ്പോൾ വീട്ടിലേക്ക് പോർച്ചിൽ കിടക്കുകയാണ്. കാർ കിടക്കണ്ടല്ലോ, നമുക്കേലും കൃപാസനം വരെ ഒന്ന് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ വൈഫും പുള്ളിക്ക് താല്പര്യമില്ല, ജസ്റ്റ് ഇവിടുത്തെ ഈ ബഹളമൊക്കെ ഈ ആൾക്കാർ തിരക്കാണ്, ഭയങ്കര തിരക്കാണെന്നൊക്കെ പറഞ്ഞ കാരണം കാണാൻ വേണ്ടി വന്നതാണ്. കാണാൻ വേണ്ടി വന്ന് വൈഫും അദ്ദേഹം കൂടി വന്ന് അപ്പോഴേ ഇവിടെ ഉടമ്പടിയുടെ സമയമായി. ഉടമ്പടിയും മോളിൽ ചെല്ലാൻ പറഞ്ഞു. പുതുതായിട്ട് ഉടമ്പടി എടുക്കുന്നവർ മുകളിലോട്ട് ചെല്ലാൻ പറഞ്ഞു, രണ്ടാമത്തെ നിലയിൽ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ടോക്കണൊന്നും എടുക്കാതെ ഈ എന്താണ് ഉടമ്പടി എന്ന് കേൾക്കാൻ വേണ്ടി, പുള്ളിക്ക് ഉടമ്പടി എടുക്കാൻ ഉദ്ദേശമില്ല, എന്താ മുകളിൽ നടക്കണമെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞ് മുകളിൽ ചെന്നപ്പോൾ അവിടെ അനൗൺസ്മെൻ്റ്, ടോക്കൺ ഇല്ലാത്തവർ ടോക്കൺ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ബൈജുവിന് ടോക്കണില്ല. പുള്ളിക്കാരൻ ഇറങ്ങി പോകാൻ നേരത്ത് അവിടെ നിൽക്കുന്ന ആൾ പറഞ്ഞ്, എന്താ ചേട്ടാ പോണത്? അല്ല ഞാനിപ്പോൾ ഉടമ്പടി എടുക്കേണ്ട എടുക്കാൻ വന്നതല്ല, അതും ടോക്കൺ എടുത്തിട്ടില്ല. അപ്പോൾ ചേട്ടൻ അവിടെ ഇരിക്കും, ഞാൻ ടോക്കൺ എടുത്ത് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി കെട്ടിലായി പോയി. അവിടെ നിന്ന് പ്രേക്ഷിതം പറഞ്ഞ്, ചേട്ടൻ ഇറങ്ങി പോകണ്ട, അത് ദൈവം സംരക്ഷിക്കണ്ട ഒരു തരത്തിൽ. അദ്ദേഹം ടോക്കൺ എടുക്കാതെയാണ് കയറിയതെങ്കിലും മാതാവ് അദ്ദേഹം താഴേക്ക് ഇറങ്ങിപ്പോയാൽ പിശാച് പിടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് അയാൾ അവിടെ ഇരുത്തിയിട്ട് അവിടെ നിന്ന് ചാർജിലുണ്ടായിരുന്ന ആൾ താഴെ വന്ന് അദ്ദേഹത്തിൻ്റെ ടോക്കൺ എടുത്ത് ഇവിടെ കൊടുക്കും. ടോക്കൺ എടുത്തപ്പോൾ പിന്നെയും ബൈജുവിന് പ്രശ്നമായി, ഇതെന്താണ് എഴുതേണ്ടതെന്ന് അറിയത്തില്ല. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പുള്ളി മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ്, അത്യാവശ്യം ജീവിക്കാനുള്ള മാർഗ്ഗമുണ്ട്, ജോലിയുണ്ട്, ഒന്നും എഴുതാനൊന്നും ഇല്ല. അപ്പോൾ എൻ്റെ ടോക്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം എഴുതേണ്ടത് പരിശുദ്ധാത്മാവ് നിറയാനാണെന്ന് എൻ്റെ ടോക്കിൽ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ഒരു നിയോഗം കിട്ടി, പുള്ളിക്ക് നിയോഗം ഇല്ല. അച്ഛൻ പറഞ്ഞ പുള്ളിയുടെ പരിശുദ്ധാത്മാവിനെ കിട്ടണം, എഴുതി വെച്ചാൽ ഒരു നിയോഗമായിട്ട്, പിന്നത്തൊന്നും എഴുതാൻ അറിയാൻ പാടില്ല. അപ്പോൾ ജോബോൻ്റെ ക്ലാസ് വന്ന്, അപ്പോൾ ജോബോൻ്റെ ക്ലാസ് പറഞ്ഞ്, നിങ്ങൾ എഴുതുമ്പോൾ നടക്കാത്ത കാര്യം എഴുതാൻ പറഞ്ഞു. അത് പുള്ളിക്ക് ക്ലിക്ക്, നടക്കാത്ത കാര്യങ്ങൾ എഴുതി വെക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത് നിയോഗമായിട്ട്. നടക്കലും നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ള കാര്യം എഴുതാൻ പറഞ്ഞു. അപ്പോൾ അത് ടോക്ക് ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ടിരിക്കണതല്ലേ. അപ്പോൾ വിചാരിച്ച പുള്ളിക്ക് നടക്കാത്തൊരു കാര്യമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയുടെ ഈ മുട്ടിന് എന്തോ ഈ ലിഗമെൻ്റ് പോയാൽ എന്ത് സംഭവം, ആടെ കരാട്ട ക്ലാസ് ആണെങ്കിലും കാലൊന്നും പൊങ്ങത്തില്ല, കയ്യൊക്കെ പൊങ്ങും, വലതുകാലം പൊങ്ങത്തില്ല. അപ്പോൾ വേദന മാറുന്നില്ല. അപ്പോൾ ഈ 10-20 ധ്യാന കേന്ദ്രത്തിലൊക്കെ പുള്ളി പോയിട്ടുള്ളതാണ്, അവിടെയൊക്കെ രോഗശാന്തി പ്രാർത്ഥനയൊക്കെ കൂടിയതെങ്കിലും ഇതുവരെയൊക്കെ അതിനൊരു മാർഗ്ഗമില്ല. പുള്ളിക്കാരൻ അപ്പം ഓർത്ത് നടക്കാത്ത കാര്യമല്ലേ, അപ്പം അതിനെ പരീക്ഷിക്കുകയും ചെയ്യാം, അതാണ് പുള്ളിയുടെ ഉദ്ദേശം. അപ്പം അതുകൊണ്ട് കാലിൻ്റെ 20 കൊല്ലമായിട്ടുള്ള വേദന, കാലിൽ സ്വാധീനമില്ലാത്ത അവസ്ഥ മാറ്റിത്തരണമെന്ന് പറഞ്ഞ് എഴുതി വെച്ചവിടെ. പക്ഷേ ഇദ്ദേഹം ഇവിടുന്ന് ഉടമ്പടി എടുത്ത് അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി. അതിനുശേഷം ആസ്ട്രേലിയയിൽ ചെന്ന് ഉടമ്പടി അദ്ദേഹത്തിൻ്റെ രീതി അനുസരിച്ച് ഏറ്റതാണ്. ഏറ്റിട്ട് കുഴപ്പത്തില്ല, ഏറ്റില്ലെങ്കിൽ ഏറ്റത്തില്ല, അതിലേ ഉള്ളൂ. അദ്ദേഹം അത് പറയുന്നുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാനത് വെടിപ്പാട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ചെയ്യത്തുമില്ല. അതാണ് നിലപാട്. അത് അങ്ങനെയാണ്. അപ്പോൾ ഉടമ്പടി ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് പുള്ളിക്കാരന് ഉടമ്പടി വൃത്തിയായിട്ട് അങ്ങനെ ചെയ്യാൻ തുടങ്ങി, ഭംഗിയായിട്ട് ചെയ്യാൻ തുടങ്ങി. നേരത്തെ പത്രം കൊടുക്കാൻ പുള്ളിയുടെ ജീവിതത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ്. പണ്ട് പുള്ള വീട്ടിൽ പത്രം കൊണ്ടുവന്നിട്ട് അവരൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ വിവരമില്ലെന്ന് പറഞ്ഞ ആൾ തന്നെ ഈ പത്രം കൊടുത്ത് ഓഫീസൊക്കെ കൊടുക്കാൻ തുടങ്ങി. ആസ്ട്രേലിയയിൽ മലയാളികളെ കണ്ട് കൊടുക്കാൻ തുടങ്ങി, ഇംഗ്ലീഷ് കണ്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ചെയ്യാനുള്ള കാര്യമൊക്കെ പുള്ളി ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ചെയ്തതിന് ശേഷം 2 ദിവസം ഇയാളെ നടപ്പൊക്കെ കണ്ടപ്പോൾ ഭാര്യ ചോദിച്ച്, ബൈജു നിങ്ങളുടെ കാലിൻ്റെ വേദന ഇപ്പോൾ ഇല്ലേ? അപ്പോഴാണ് ബൈജു വിളിക്കണത്, ശരിയാണല്ല, വേദന എപ്പോൾ പോയെന്ന്, 20 കൊല്ലമായ വേദനയാണ്, അത് എപ്പോൾ പോയെന്ന് പുള്ളിക്ക് അറിയത്തില്ല, ഇറ്റ് ഇസ് ഗോൺ.
അപ്പോഴാണ് പുള്ളി കണ്ണു നിറഞ്ഞു പോയത്. എന്താണ് ആ കൃപാസനത്തിൽ സംഭവിക്കുന്നത് പുള്ളിക്ക് മനസ്സിലായത്. അപ്പോൾ പിന്നെ പുള്ളി കുറച്ചുകൂടി ഉശിരോടുകൂടി കാര്യങ്ങളെല്ലാം ഉടമ്പടി ജീവിതത്തിലേക്ക് പതുക്കെ കൃത്യമായിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഫിലിപ്പീനുമായിട്ട് പുള്ളി സംസാരിക്കുകയാണ്. അപ്പോൾ അതേ കമ്പനിയിൽ ഒരു പുതിയ ലേഡി സ്റ്റാഫ് വന്നു. അപ്പോൾ ഫിലിപ്പീനോ പുള്ളിയോട് ചോദിച്ചു, ആ ലേഡി സ്റ്റാഫിനെ എനിക്ക് വേറെ കമ്പനി വെച്ച് അറിയാവുന്നതാണ്, ഇവൾ ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ വൈദ്യുതി പറഞ്ഞ അവളൊരു വേസ്റ്റാണെന്ന് പറഞ്ഞു. ആര്? ഫിലിപ്പീനോ സ്റ്റാഫ് ഒരു വേസ്റ്റാണ്. കാര്യം അവർക്ക് പണി അറിയത്തില്ല. ഇതിലേക്ക് എന്തിനാണ് ഇത് കെട്ടിയെടുത്ത് കൊണ്ടുവന്നിട്ട് പണി അവർ പണി ചെയ്യാത്തത് കൊണ്ട് മറ്റുള്ളവർക്കിട്ട് പണി ഉഴപ്പറുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു വേസ്റ്റാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് നാക്കിട്ടില്ല. ഈ വേദന തിരിച്ചു വന്ന്, അതാണ് വിഷയം. വേദന തിരിച്ചു വന്നു. അപ്പോൾ ഉടനെ ബൈജു പറഞ്ഞു, മാതാവ് പറ്റിച്ചതായിരിക്കും, എനിക്ക് വേദന മാറിയെന്ന് അപ്പം തോന്നിയതേ ഉള്ളതായിരിക്കും, ആ വേദന ഒന്നും മാറിയിട്ടില്ല, അത് അവിടെ തന്നെ ഉണ്ട്, ഇപ്പോൾ അത് തിരിച്ചു വന്നല്ല എന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ പുള്ളിക്ക് തോന്നി, ഞാൻ ആ ലേഡി സ്റ്റാഫിനെ കുറ്റം പറഞ്ഞപ്പോൾ എൻ്റെ നെഞ്ചിനൊരു വേദന തോന്നിയല്ല, അത് വേണ്ടായിരുന്നു, ഒഴിവാക്കാമായിരുന്നല്ലേ എന്ന് പറഞ്ഞ് പുള്ളി വൈകുന്നേരം ആയപ്പോൾ പള്ളിയിൽ പോയി അച്ഛനെ കണ്ടിട്ട് പറഞ്ഞ് കുമ്പസാരിച്ച്. അതാണ് ഈ കുമ്പസാരത്തിൻ്റെ ഗുണം അതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, ഇവിടുന്ന് എന്തെങ്കിലും പറഞ്ഞൊക്കെ തരുന്നുണ്ടെങ്കിൽ കൃത്യമല്ലാത്ത ഒരു കാര്യം സഭ പഠിപ്പിക്കത്തില്ല, കൃത്യമല്ലാത്ത ഒരു കാര്യം സഭ ഉപദേശിക്കത്തുമില്ല. സഭയ്ക്ക് ഇങ്ങനെ കലയിൽ നിന്നുള്ള പ്രസംഗമൊന്നും ഇല്ലെങ്കിലും പറയണ കാര്യങ്ങൾ വൃത്തിയും കൃത്യമായിരിക്കും. ഒത്തിരി കാലം സഭ പ്രാർത്ഥിച്ച് എല്ലാ മേഖലകളിലും ഡിസ്കസ് ചെയ്ത് അതിൻ്റെ സ്പെഷ്യലിസ്റ്റും എല്ലാ കാര്യവും നോക്കിയിട്ട് അതിൻ്റെ കാനോനിസ്റ്റുകൾ, അതിൻ്റെ തിയോളജിയൻസ് എല്ലാം പഠിച്ചതിന് ശേഷമേ സഭ ഒരു കാര്യം പറയത്തുള്ളൂ. അപ്പോൾ നിങ്ങളവർക്ക് ഈ മാർപ്പാപ്പയെ കൊണ്ട് പറയിപ്പിക്കണമെല്ലാം മാർപ്പാപ്പ ഒറ്റ ശ്വാസത്തിൽ പറയണതാണ്, രാഷ്ട്രീയക്കാരെ പോലെ പ്രസംഗം അങ്ങനല്ല. അതെല്ലാം ആ സബ്ജക്റ്റ് വൈസ് അതിന് ശാസ്ത്രജ്ഞന്മാരെ വിളിച്ചിരുത്തി പഠിക്കേണ്ടതാണെങ്കിൽ ശാസ്ത്രജ്ഞന്മാരെ വിളിച്ചിരുത്തി പഠിക്കും. ആ വിഷയങ്ങളെക്കുറിച്ച് അതിൻ്റെ സഭയുടെ നിലപാട് എന്താണെന്ന് നോക്കിയിട്ട് ആ തിരുസംഘത്തിൽ നിന്ന് കൊടുക്കുന്ന നോട്ടാണ് മാർപ്പാപ്പ പറയണത്. ആ മാർപ്പാപ്പ പറയുന്നത് കൊണ്ട് തന്നെ വിശ്വാസസംബന്ധമായ കാര്യവും ധാർമ്മികമായ കാര്യങ്ങളും കറക്റ്റായിരിക്കും. കാര്യം അത് ഇരിക്കുന്ന ചെയർ കർത്താവ് അഴിക്കാനും ബന്ധിക്കാനും അധികാരം കൊടുത്ത ചെയർ ഇരുന്നുകൊണ്ടാണ് സഭ കാലഘട്ടത്തെ നയിക്കുന്നത്. അപ്പോൾ അതേസമയം തന്നെ ഇവിടെ എന്താ സംഭവിക്കും, ഇവർക്ക് മനസ്സിലായി ആ ലേഡി സ്റ്റാഫിന് അവർക്ക് ചിലപ്പോൾ കഴിവ് കുറവായിരിക്കും, പക്ഷെ അവൾ ആക്ഷേപിക്കേണ്ട കാര്യമില്ലായിരുന്നു. എല്ലാവർക്കും ഒരുപോലെ കഴിവുണ്ടാകുമോ? ചില ആൾക്കാർ സ്ലോ ആയിരിക്കും, ചില ആൾക്കാർ എല്ലാം പൂർത്തിയായിട്ട് ചെയ്യും, പക്ഷേ സ്ലോ ആയിട്ടേ ചെയ്യത്തുള്ളൂ. ചില ആൾക്കാരെല്ലാം സ്പീഡായിട്ട് ചെയ്യും, പക്ഷേ വൃത്തിമനയിലാ ചെയ്യത്തുള്ളൂ. അത് മനസ്സിലായില്ലേ? ഇപ്പോൾ പാത്രം കഴിക്കണ കാര്യം തന്നെ ചില ആൾക്കാർ പുറപ്പെടാതെ കഴുകും, പക്ഷേ നമുക്ക് മടുത്ത് നോക്കും മുട്ടയുടെ മണം ഉണ്ടാവും. പക്ഷേ ചില ആൾക്കാർ സമയമെടുത്ത് കഴുകത്തുള്ളൂ, സമയം പോവും, പക്ഷേ വൃത്തിയായിരിക്കും. അപ്പോൾ ഓരോരുത്തരും ഓരോ നേച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ കയറി എല്ലാവരും അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ അനുവാദം തന്നിട്ടില്ല. ദൈവത്തിൻ്റെ സൃഷ്ടിയാണല്ലോ അതും. അപ്പോൾ അവരെ ആക്ഷേപിക്കുമ്പോൾ ദൈവത്തിനെ ആക്ഷേപിക്കണമല്ലേ തിരിച്ചല്ലേ വരത്തുള്ളൂ ഈ സംഭവം. അതാണ് വിഷയമേ. ഇപ്പോൾ ഇപ്പോൾ പൊട്ടനാണ്, നീ പൊട്ടനാണെന്നങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും നീ? അപ്പോൾ നീ അങ്ങനെ ബുദ്ധിയുള്ള ആളായി? ദൈവം സൃഷ്ടിച്ചപ്പോൾ ആയതല്ലേ, അവനോട് പൊട്ടനാണ് നീ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ നീ ബുദ്ധിയുള്ള ആളെന്നല്ലേ പറയണത്. നിന്നെ ബുദ്ധിയുള്ള ആളായിട്ട് സൃഷ്ടിച്ചതും അവനെ പൊട്ടനായിട്ട് സൃഷ്ടിച്ചതും ആളൊന്നും തന്നെയല്ലേ. പണി നമ്മൾ മറ്റുള്ളവരെ ആക്ഷേപിക്കുമ്പോൾ കൊള്ളണത് ദൈവത്തിനിട്ടാണ്. അതാണ് എൻ്റെ വിഷയം വരണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പാകതയോടുകൂടി മാത്രമേ ദൈവത്തെ അറിഞ്ഞവർ സംസാരിക്കരുത്. അറിയാത്തവർക്ക് എന്തും സംസാരിക്കാം, അവർ കുഴപ്പമില്ല. അവർക്ക് പിന്നെ ഇവിടെ കിടന്നുള്ള ജീവിതമല്ലേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ചാപ്റ്റർ ക്ലോസ് ചെയ്യത്തില്ലേ. ഇവിടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യാത്ത ആൾക്കാർ ഇവിടെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇവൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ട മറ്റുള്ള ആക്ഷേപിച്ച് ഇവൻ്റെ വിശുദ്ധി പോയി കഴിഞ്ഞപ്പോൾ ഇവൻ്റെ പ്രൊട്ടക്ഷൻ പോയി. ആ വേദന തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ രാത്രി പോയി കുമ്പസാരിച്ച് ആശീർവാദം മേടിച്ച് പാപക്ഷമം മേടിച്ചു. പാപക്ഷമ കർത്താവിൻ്റെ പാപക്ഷമയില്ല, വൈദികൻ അവിടെ ആരാണ്? കർത്താവിൻ്റെ ഒരു ആളായ്മയായിട്ടിരിക്കുകയല്ലേ. ഞങ്ങളൊക്കെ ഒരു മാധ്യമമല്ലേ, കർത്താവിൻ്റെ ഒരു മീഡിയമാണ്. കർത്താവാണ് അതിലൂടെ പ്രവർത്തിക്കുന്ന സഭയെ. അപ്പോൾ ആ അധികാരത്തിലാണ് ഇവൻ്റെ പാപം മോചിച്ച് കിട്ടി. അവനെന്താ വേണ്ടത്? പശ്ചാത്താപം വേണം. അതിനെന്താ ചെയ്യേണ്ടത്? ഇനി ഇങ്ങനെ ആവർത്തിക്കത്തില്ലെന്ന് പറയണം. അതാണ് പ്രശ്നം. ചില കുമ്പസാരക്കാർ ചിലത് ഒക്കാത്തതിൻ്റെ കാരണം എന്തറിയാമോ? പശ്ചാത്താപം ഇല്ല, ഇനി ഇങ്ങനെ ആവർത്തിക്കോ ഇല്ലേ നിങ്ങൾക്കറിയത്തില്ല. ഇപ്പോൾ തൽക്കാലം മുട്ടുശാന്തിക്ക് വേണ്ടി അഭ്യാസം കാണിക്കുന്നതാണ്. അതല്ല, ചില ആൾക്കാർക്ക് ഒരു 1.5 കുമ്പസാരമായിരിക്കും, സങ്കടമുണ്ട്, അത് തെറ്റാണെന്ന് മനസ്സിലായി, ഇനി ഞാനത് ആവർത്തിക്കത്തില്ലെന്ന് കുമ്പസാര കൂടെ വെച്ച് അവൻ സ്വന്തമായിട്ട് ദൈവത്തോട് പറയും. അതിന് വൈദികൻ അവന് ഉപദേശം ആശീർവാദം കൊടുക്കും, അവൻ ഓക്കെയാവും, അവൻ്റെ രോഗവും കർത്താവ് ഏറ്റെടുക്കും. ഇവൻ കുമ്പസാരിച്ച് ആശീർവാദം മേടിച്ചപ്പോൾ തന്നെ ആ തിരിച്ചു വന്ന വേദന പിന്നെ അപ്രത്യക്ഷമായി. പിന്നെ പറയുകയാണ്, ഇപ്പം 2 കൊല്ലമായി ഇപ്പം ഇന്ന് വരെ ആ വേദന തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ
ഇങ്ങനെ കുറച്ച് നാൾ ജീവിച്ച് കഴിഞ്ഞപ്പോൾ ബൈജൂസിന് അമ്മയുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ മെലിയോ, ഒരു കമ്മ്യൂണിക്കേഷൻ സംസർഗ മേഖല രൂപപ്പെട്ട് വന്നു. ഇവർ തമ്മിൽ സംസാരിക്കുന്ന രീതിയിലായി. അപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് ട്രാൻസ്ഫറാണ്, ഞാൻ പുതിയ സ്ഥലത്തേക്ക് പോവുകയാണ്. പക്ഷേ അവിടെ എനിക്ക് കരാട്ട ക്ലാസ്സൊക്കെ നടത്തി വല്ല 10 പൈസ ഭക്ഷണം കഴിക്കാൻ കിട്ടണമെങ്കിൽ കുറേ നാളെടുക്കും. എന്നെ ആർക്കും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ ഒരു ജോലി തരപ്പെടുത്തി തരണം, വാടകയൊക്കെ അടക്കണം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരെ പറയണം. മനസ്സിലായോ? ഇതിനെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയണത്. അപ്പം നമ്മൾ ചട്ടപ്പടി പ്രാർത്ഥനയുടെ കൂടെ തന്നെ ഈ വൈബായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് കണ്ടിന്യൂ ചെയ്യും. അപ്പോഴെന്ത് പിറ്റേ ദിവസം അപ്പോൾ അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അമ്മ അത് ആ വിഷയം അപ്പം തന്നെ വരവ് ചെയ്തിട്ട് പറഞ്ഞ് എന്താ ചെയ്തിരിക്കണമെന്ന് അറിയുമോ, ഇവ സ്ഥലം മാറിപ്പോണ വേറെ ഒരു സ്റ്റേറ്റിലാണ്. ഇപ്പോൾ കേരളക്കാരൻ തമിഴ്നാട്ടിൽ പോണ പോലെ അത്രയുമാണ് വേറെ ഒരു സ്റ്റേറ്റിലാണ് പോണത്. അമ്മ എന്ത് ചെയ്ത് ഈ കമ്പനിയുടെ ഒരു ബ്രാഞ്ച് അവിടെ തുടങ്ങിച്ച്. ഇവൻ പോലും അറിഞ്ഞിട്ടില്ല. എന്നിട്ട് അപ്പോൾ ഇവൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ HR പറഞ്ഞ്, എടാ ഈ കമ്പനിയുടെ ബ്രാഞ്ച് നീ പുതിയ സ്ഥലത്ത് പുതിയ സ്റ്റേറ്റിൽ തുടങ്ങുന്നുണ്ട്, നീ ഇവിടുത്തെ മാനേജറിനോട് ചോദിച്ചൊരു കത്ത് വാങ്ങിച്ചാൽ നിനക്ക് ഈ ജോലി അവിടെ കിട്ടുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അമ്മയോട് പറഞ്ഞ പോലെ തന്നെ ആ ജോലി ആ സ്റ്റേറ്റിൽ ഇവൻ ഇവിടെ തിരുന്ന് ചെയ്തിരുന്ന ജോലി അവിടെ കിട്ടി. അപ്പോൾ അവിടെ സെറ്റായിപ്പോയി. 2 കൊല്ലം വർക്ക് ചെയ്ത കമ്പനിയിൽ. പക്ഷേ കമ്പനി വലിയ മെച്ചമുണ്ടായില്ല. കമ്പനിയിൽ പുതിയ കമ്പനി അവിടെ ക്ലച്ച് പിടിക്കാൻ കുറേ താമസിച്ച്. അപ്പോൾ അത് ഭാവിയും അതിൻ്റെ മാർക്കറ്റിംഗ് സർവേ ഒക്കെ നോക്കിയിട്ട് ഭാവിയിലും അത് ക്ലച്ച് പിടിക്കുന്ന ലക്ഷണമില്ല. അപ്പോൾ അതിൻ്റെ ടോട്ടലായിട്ടുള്ള കമ്പനിയുടെ MD അവരുടെ സമ്മേളനത്തിൽ ഈ പുതിയ കമ്പനി പൂട്ടാൻ തീരുമാനിച്ചു. അത് ഇവനറിഞ്ഞില്ല, പൂട്ടാൻ പോണ കാര്യം അറിഞ്ഞില്ല. ആ കമ്പനി ഇവൻ കിട്ടിയ ജോലി 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പോകാം. അപ്പോൾ അപ്പോഴും പക്ഷേ അമ്മയോട് പറയണ്ട, അമ്മേ ഈ കമ്പനിയുടെ ശമ്പളം പഴയ കമ്പനിയുടെ ശമ്പളം കിട്ടണില്ല, അതുകൊണ്ട് എനിക്ക് വേറൊരു കമ്പനിയിൽ ഒരു ജോലി തരണം, അല്ലാതെ എനിക്കിങ്ങനെ കുഞ്ഞുങ്ങളെ പോറ്റി പോകാൻ പറ്റുന്നില്ല, കരാട്ട ക്ലാസ്സിന് അധികം പിള്ളേരൊന്നും വരണില്ല എന്നൊക്കെ. ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ലെവൽ ഭയങ്കര രസമാണ്. നമ്മളെ ഉടമ്പടിയിലുള്ള എല്ലാവരും, നിങ്ങൾ ഉടമ്പടി ജീവിതമാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അമിക്കബിളായിട്ട് ദൈവത്തോട് സംസാരിക്കാൻ പറ്റും. കാര്യം ഇപ്പം തന്നെ ആ ഫിലിപ്പിനോനെ ആക്ഷേപിച്ചു എന്ന് കണ്ടപ്പോൾ തന്നെ ഇവൻ റെക്ടിഫൈ ചെയ്തില്ലേ, അല്ലേ? അത് തെറ്റി പോയി ക്ഷമ ചോദിച്ചിട്ട് റെക്ടിഫൈ ചെയ്തു. അപ്പോൾ തന്നെ ദൈവമായിട്ടുള്ള ആ പാലം ബ്രേക്ക് ചെയ്യണില്ല. അതാണ് വിഷയം. അപ്പോൾ നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരും പെരുമാറുന്ന പോലെ ഒന്നും നമുക്ക് പെരുമാറാൻ പറ്റത്തില്ല. നമ്മൾ ഉടമ്പടിയിലാകുമ്പോൾ നമ്മുടെ മെയിൻ വിഷയം എന്താണ്? ദൈവമാണ്. ഈ ബൈജൂസിൻ്റെ സാക്ഷ്യം സ്കാൻ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സത്യം, ബൈജൂസ് ഇടയ്ക്കൊക്കെ പറയും, പിന്നെ ജോലിയല്ല കേട്ടാ പ്രശ്നം, എനിക്ക് ദൈവമാണ് പ്രശ്നമെന്ന് അമ്മയോട് പറയും. എനിക്ക് കുർബാന മുടക്കുന്ന ഒരു കണ്ടീഷൻസ് വരരുത്. എൻ്റെ ഷിഫ്റ്റ് അറേഞ്ച് ചെയ്യുമ്പോൾ എൻ്റെ കുർബാന ഉറപ്പ് വരുത്തിയിട്ട് നീ ഷിഫ്റ്റ് അറേഞ്ച് ചെയ്യുക. ആരോട് പറയണം? HR പറഞ്ഞതല്ല, മാതാവിനോട് പറയണതാണ്, അമ്മയോട് പറയണതാണ്. വേറെ എനിക്ക് എൻ്റെ ജോലി നീ അറേഞ്ച് ചെയ്യുമ്പോൾ എൻ്റെ കുർബാന മിസ്സാകാൻ എനിക്ക് പറ്റത്തില്ല, മിസ്സായിട്ടൊരു ജീവിതം വേണ്ട. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഡെയിലി കുർബാനയ്ക്ക് പോകാനുള്ള നീ അറേഞ്ച് ചെയ്യണം. അപ്പോൾ അതനുസരിച്ച് അമ്മ ഇവൻ്റെ ലൈഫ് ഷിഫ്റ്റാക്കി ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ കുർബാനയ്ക്ക് പോകാനുള്ള സമയം ബ്ലാങ്കായിട്ട് ഇട്ടാണ് ഷിഫ്റ്റ് ചെയ്യണത്. അപ്പോൾ ഇതെല്ലാം HR പറഞ്ഞു ഉണ്ടാക്കിയതല്ല, HR പറഞ്ഞിട്ടുണ്ട് വിഷയം, പക്ഷേ അമ്മയോടാണ് ആദ്യം പറയണ ഈ വിഷയം. അപ്പോൾ ഇതിങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരണത്, നമ്മൾ വൃത്തിമേനയുമായിട്ട് ഉടമ്പടി ജീവിതം ജീവിക്കുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കപ്പാസിറ്റി കിട്ടും. ഉടമ്പടിയിൽ ഏറ്റവും വലുത് ഈ കമ്മ്യൂണിക്കേഷൻ കപ്പാസിറ്റിയാണെന്ന് തോന്നുന്നത്. നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ അവസ്ഥകൾ, ഇപ്പോൾ ഡേവിസിയുടെ പറഞ്ഞത് തന്നെ, അമ്മേ ഞാൻ ഈ കുരിശ് ചുമന്നുകൊണ്ടാണ് വരണത്, അമ്മ ഞങ്ങളെ കാണുന്നില്ലേ എന്ന്, അമ്മ ഞങ്ങളുടെ അവസ്ഥ കാണുന്നില്ലേ എന്നാണ് ചോദിക്കണത്. അപ്പോൾ അതിന് എമർജൻസി ആയിട്ട് മറുപടിയാണ് എന്താണ്? സുഗന്ധാഭിഷേകം വെച്ചാൽ ഞാൻ കാണുന്നുണ്ട്, കൂടെയുണ്ട്, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറയും. ഉടനെ മെസ്സേജാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ അതായത് ഈ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ. മർക്കോസ് 11:23. മർക്കോസ് 11:23. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും. ഇത് ഞാൻ സെമിനാരിൽ പഠിക്കണ കാലം മുതൽ കേൾക്കണതാണ്. അപ്പോൾ ഞാൻ പറയും, ഇതൊന്നും നടക്കാൻ പോണില്ല, മലയൊക്കെ പോയി കടലിൽ വീഴാൻ പോകണം. അപ്പോൾ പറയുമ്പോൾ പക്ഷേ എന്താ പ്രശ്നം അറിയാമോ? എന്താ പറഞ്ഞിരിക്കണത്? കർത്താവ് പറഞ്ഞ ഒരു കാര്യം തെറ്റിപ്പോകത്തില്ല. മലയെന്ന് പറഞ്ഞാൽ എന്താണ്? എവറസ്റ്റ് കൊടുമുടിയും സഖ്യപ്രദവും അല്ല, ജീവിത തടസ്സങ്ങളാണ്.
ബൈജുവിന് എന്തുമാത്രം മലകളാണ് വരണമെന്ന് നോക്കിയേ. കേരള ക്ലാസ്സിൽ പിള്ളേരില്ല, അതൊരു മലയല്ലേ. നിങ്ങൾക്ക് ഇത് വരുന്നില്ല, വിസ പുതുക്കി കിട്ടണില്ല, അതൊരു മലയല്ലേ. ജീവിത വഴികളുടെ ഒരു തടസ്സത്തിനല്ലേ മലയെന്ന് പറയണത്. ജീവിത വഴികളിലുള്ള തടസ്സം, അതിനാണ് ഈ മലയെന്ന് പറയണത്. അപ്പോൾ സുവിശേഷത്തിൽ അപ്പോൾ എന്താ പറയണത്? ഹൃദയത്തിൽ എന്ന് വായിച്ചേ. ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. ഒരു കാര്യം സാധിച്ചു കിട്ടുന്നല്ലേ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ പറയല്ലേ, നിങ്ങൾ കാര്യസാധ്യത്തിനാണ് കൃപാസനത്തിൽ പോണത്. സംശയം എന്താ? കാര്യസാധ്യത്തിനല്ലേ വരുന്നത് അല്ലേ? ആണ്. അതെന്താണ്? അതിന് പ്രൊവിഷനുണ്ട്. എന്താണ് അതിന്റെ പ്രൊവിഷൻ? എന്താണ്? നിങ്ങൾ ഒന്ന് വായിച്ചേ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. എന്നാ പറയണത്. എന്ത് ചെയ്യണം? ഹൃദയത്തിൽ ശങ്കിക്കരുത്. അവിടെയാണ് നമ്മുടെ പ്രശ്നം. ആധ്യാത്മിക ജീവിതത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ആൾക്കാർക്ക് എല്ലാവർക്കും 99% ഉള്ള ആൾക്കാർക്കുള്ള പ്രശ്നം എന്താണ്? ഹൃദയത്തിൽ ശങ്കയാണ്. നമ്മുടെ മുമ്പിലുള്ള ത്രെട്ട് എന്താണ്? ചാലഞ്ച് എന്താണ്? ഈ ഹൃദയത്തിൽ ശങ്ക എങ്ങനെ മാറ്റാവുന്നുള്ളതാണ് അല്ലേ? എല്ലാത്തിൻ്റെയും പ്രശ്നം എന്താണ്? ഇപ്പോൾ കൃപാസനത്തിൽ 23 കൊല്ലം മക്കളില്ലാത്തവരുണ്ട്. ആ 23ാമത്തെ കൊല്ലം ഉടമ്പടി എടുക്കുമ്പോൾ അവർക്ക് മക്കളായി. എന്താ കാര്യം? അവർ ഹൃദയത്തിൽ ശങ്കിക്കുന്നില്ല, കർത്താവ് എനിക്ക് മക്കളെ തരുമെന്ന്. 23 കൊല്ലവും കണ്ട ഡോക്ടർമാരും ചെയ്ത പരീക്ഷണങ്ങളും എല്ലാം പറഞ്ഞത് നിനക്ക് മക്കളെ കിട്ടത്തില്ലെന്നാണ് പറഞ്ഞത്. അതൊരു മല പോലെ അങ്ങ് വന്ന് നിൽക്കുകയാണ്. ഈ മലയോടാണ് മാറിപ്പോയി കടലിൽ വീഴാൻ പറയണത്. എന്താണ് ഉടമ്പടി എന്ന് പറയുന്നത്? മലകൾ, ജീവിതത്തിൻ്റെ മലകളോട് നമ്മൾ നടത്തുന്ന ജീവിതം കൊണ്ടുള്ള ശാസ്ത്രയാണ് പോയി കടലിൽ വീഴാൻ പറയണത്. എങ്ങനെയാണ്? ഹൃദയത്തിലെ ശങ്കിക്കാതെ. ഇനി ഹൃദയത്തിൽ ശങ്കിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെയാണ് പ്രശ്നം. ബുദ്ധിയിലല്ല ശങ്കയുള്ളത്. ബുദ്ധിയിൽ ശങ്കിച്ചാലും കുഴപ്പമൊന്നുമില്ല. ബുദ്ധി കൊണ്ട് നടക്കുക എന്നാണ് റീസണല്ലേ അവിടെ ഉപയോഗിക്കണത്. അയ്യോ അതെങ്ങനെ നടക്കാനാണ്? നടക്കത്തില്ലല്ലോ. കാര്യം ഒരു സീറ്റേ ഉള്ളൂ. സുവോളജിക്ക് എന്നെക്കാളും എനിക്ക് 90% മാർക്കേ ഉള്ളൂ. ബോട്ടണിക്ക് 99% മാർക്ക് കിട്ടിയ ആളുണ്ട്. അപ്പോൾ അവരെ എടുക്കുക, എന്നെ എടുക്കുക, അത് ന്യായമല്ലല്ലോ എന്നൊക്കെ നമുക്ക് ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാം. പക്ഷേ ബുദ്ധിയുടെ വിഷയം വിശ്വാസത്തിൽ വരുന്നില്ല. ഹൃദയത്തിൽ എന്താ ഈശോ പറഞ്ഞത്? ബുദ്ധി ശങ്കിക്കാതെ എന്നല്ല പറയണത്. ബുദ്ധി ശങ്കിക്കാൻ 100,000 കാര്യമുണ്ട്. ബൈബിൾ വർക്കൗട്ട് ചെയ്യണത്, ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത് ബുദ്ധിയുമായിട്ടൊരു സംഭവമാണ്. ബുദ്ധി എന്ന് പറഞ്ഞാൽ മെരിറ്റിൻ്റെ വിഷയമാണ്. ഒരാൾക്ക് 90 ഒരാൾക്ക് 99 ആണെങ്കിൽ മെരിറ്റല്ലേ പറയും. അപ്പോൾ ഉടമ്പടി എന്താ സംഭവിച്ചിരിക്കുന്നത്? നോട്ട് ബൈ മെരിറ്റാണ്, ബട്ട് ബൈ ഗ്രേസ്. അതാണ് ഹൃദയം പറയണതിൻ്റെ കാര്യം. അതാണ് ഹൃദയം പറയണത്. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാകട്ടെ എന്നല്ലേ പറയണത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഗലാത്യ 6:18 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കൃപ നിങ്ങളുടെ ബുദ്ധിയുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നാണ് പറയണത്. അല്ല, ഹൃദയത്തിൻ്റെ കൂടെയാണ് കൃപ ഉറക്കുന്നത്. നോട്ട് ബൈ മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ബൈ ഇൻ്റലക്ട്, നോട്ട് ബൈ ബട്ട് ബൈ ഗ്രേസ്. അവിടെ വിഷയം. ഇപ്പോൾ ഇവിടെ എന്താ 11:23 പറയണത്? ഹൃദയത്തിൽ ശങ്കിക്കാതെ ഇവിടെ നിന്ന് മാറുക എന്ന് പറഞ്ഞാൽ, കടലിൽ പോയി വിടുക എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കുക തന്നെ ചെയ്യും. അപ്പം ഹൃദയത്തിൽ ശങ്കിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൃദയത്തിൽ ശങ്കിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഹൃദയത്തെയാണ് നമ്മൾ ഉടമ്പടിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യണത്. ഹൃദയത്തെ എങ്ങനെ ഫോക്കസ് ചെയ്യണത്? സംശയങ്ങൾ എങ്ങനെയാണ് മാറണത്? ഹൃദയത്തിൽ സംശയിക്കാതെ അല്ലേ സംശയങ്ങൾ എങ്ങനെയാണ് മാറണത്? സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. കണ്ടാ സംഭവം ഉണ്ടല്ലേ? അതാണ് വിഷയം. ഹൃദയത്തെ ശങ്കിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ 1 Corinthians 13:7 വർക്കൗട്ട് ചെയ്യണം. എടുത്ത് 1 Corinthians 13:7. സ്നേഹം സകലതും സഹിക്കുന്നു. പറഞ്ഞേ. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. അപ്പൊ സ്നേഹമാണ് വിഷയം. ഹൃദയത്തിൽ ശങ്കിക്കാതിരിക്കുന്നതിന് കാരണം എന്താണ്? സ്നേഹം ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇതുകൊണ്ടാണ് ഉടമ്പടിയിൽ ഉപവി പ്രവർത്തനങ്ങൾ ഒത്തിരി ഉള്ളത്. അപ്പോൾ ഉടമ്പടി പ്രവർത്തനം ചെയ്യുമ്പോൾ അച്ഛൻ പറഞ്ഞു ഉടമ്പടി എടുത്തതാണ് ഞങ്ങൾ അതുകൊണ്ടാണ് ചെയ്യുന്നത് പറയരുത്. അവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം വരുന്നത്. നിങ്ങളിതെല്ലാം ചെയ്യുന്നുണ്ട് വൃത്തിമേനമായിട്ട്. ഉപവി ചെയ്യുന്നുണ്ട്, ഓർഫനേജിൽ പോകുന്നുണ്ട്, ദാനധർമ്മം ചെയ്യുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പ് കൊടുക്കുന്നുണ്ട്, ഭക്ഷണമില്ലാതെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്, എല്ലാ പണിയും നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ വിസ പുതുക്കി കിട്ടാനാണ്. അതാണ് കുഴപ്പം. മനസ്സിലായില്ലേ? വിസ ഞാൻ ഏത് ഓർഫനേജിലാണ് മണ്ണാങ്കട്ടെ നരകത്തിലാണ് വേണേൽ പോയേക്കാം, എൻ്റെ വിസ ഒന്ന് പുതുക്കി തന്നാൽ മതി. അപ്പോൾ ആരോടാണ് സ്നേഹം?
മിസ്സായുടെ സ്നേഹം എന്നുവെച്ചാൽ നമ്മുടെ തന്നെയാണ്. ദൈവത്തിന് അവിടെ റോളില്ല. നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം അതാണ്. എന്തുകൊണ്ടാണ് വ്യക്തികൾ ദൈവസ്നേഹത്തെ വളരാത്തതിൻ്റെ കാരണം, അവർ ദൈവത്തിനെ അല്ല സ്നേഹിക്കണത്. അവരിങ്ങനെ ഉപപ്രവർത്തനം ചെയ്യും, പത്രങ്ങൾ കൊടുക്കും, വെയിൽ കൊള്ളും, മഴ കൊള്ളും, ദാനധർമ്മം ചെയ്യും. എല്ലാം എന്തിനാണ്? വിസ പുതുക്കി കിട്ടാനോ, മക്കളുണ്ടാകാനോ, കല്യാണം കെട്ടാനോ, വസ്തു വിൽക്കാനോ, ജപ്തി മാറാനോ ഒക്കെയാണ്. എൻ്റെ മക്കൾ ഇതൊക്കെ നടക്കട്ടെ. പക്ഷെ നിങ്ങൾ അതുമായിട്ട് കെട്ടിച്ചാടരുത്. നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യുന്നതിന് എല്ലാത്തിനും വേറെ അക്കൗണ്ടിലോട്ട് മാറ്റണം. അത് ഏത് അക്കൗണ്ടാണ്? ഞാൻ ഇതുവഴി എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു. ഗോട്ട് ദ പോയിന്റ്. നമ്മുടെ വിഷയം എന്താണ്? ഹൃദയത്തെ ശങ്കിക്കാതെ ഹൃദയത്തെ എങ്ങനെ ദൈവസ്നേഹത്തെ വളർത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം, നമ്മൾ ചെയ്യുന്ന എല്ലാ ഉപവിപ്രവർത്തനങ്ങളും സുവിശേഷ വേലകളും നമ്മുടെ വിഷയത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ വിഷയത്തിന് വേണ്ടിയല്ല, ദൈവമായിരിക്കണം നമ്മുടെ വിഷയം. മനസ്സിലായി? ഇതാണ് ബൈജു ഈ ലെവലിലോട്ട് വളരുകയാണ്. ബൈജു മാതാവിനെ കണ്ടപ്പോൾ മാതാവിനോട് പറഞ്ഞത്, അമ്മേ കാര്യങ്ങളൊക്കെ ശരിയാണ്, എനിക്ക് ജോലിയുണ്ടോ ഇല്ലാതിരിക്കുകയോ അതൊക്കെ അമ്മയുടെ പ്രശ്നമാണ്, എൻ്റെ പ്രശ്നം കുർബാനയാണെന്ന് പറയും. അപ്പോൾ എന്താ വിഷയം? അവൻ്റെ വിഷയം എന്താണ്? അവൻ്റെ വിഷയം കുർബാനയാണെന്ന്. എനിക്ക് കർത്താവിൻ്റെ ആലയത്തിൽ വരികയും എനിക്ക് കുർബാന കൂടുകയും ചെയ്യണം. അപ്പോൾ ആ വിഷയം ആരായി? അവൻ്റെ വിഷയം എന്തായി? അവൻ്റെ വിഷയം കരട്ടയല്ല, അവൻ്റെ വിഷയം കമ്പനിയല്ല, അവൻ്റെ വിഷയം വരുമാനമല്ല. പിന്നെ എന്താണ്? ദൈവമാണ് വിഷയം. മനസ്സിലായില്ലേ? ദൈവമാണ് വിഷയം. അപ്പോൾ ദൈവസ്നേഹം വർദ്ധിച്ച് നമ്മുടെ വിഷയം എന്നുള്ളത് വിട്ടിട്ട് ദൈവം തന്നെയാണ് നമ്മുടെ വിഷയം എന്നുള്ള ഒരു ട്രാൻസിഷൻ ഇവിടെ സംഭവിക്കണം. അതാണ് ഉടമ്പടി വിജയം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എന്റെ വിഷയത്തെക്കാൾ ദൈവം തന്നെയാണ് എന്റെ വിഷയമായി മാറുന്ന ഉടമ്പടി അഭിഷേകത്തിലേക്ക് എന്നെ ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, കരുതിയ കരുതൽ നിനച്ചിടുമ്പോ, നടത്തിയ വഴികളെ ഓർത്തിടുമ്പോ, കരുതിയ കരുതൽ നിനച്ചിടുമ്പോ, സ്തുതിക്കുവാനായി നാവുപോരായേ, എങ്കിലും നാവോളം പാടി സ്തുതിക്കും. സ്തുതിക്കുവാനായി നാവുപോരാ